ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുവിധം കുറെ ആളുകൾ, ഞാനും നിങ്ങളടക്കമുള്ള ആളുകൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും നമ്മളുടെ ബ്രെയിൻ അത് ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെല്ലാവരും കാണുക. എന്നിട്ട് ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്യും. നമ്മളുടെ ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, നമുക്ക് നല്ല വിവരം ഉണ്ടാവും, നമുക്ക് നല്ല വെള്ളിയാഴ്ച ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നല്ല കാര്യമില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ലൗഡ് നോയ്സ്. അതായത് സാധാരണ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവരെന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് ഒച്ചമ്പോഴൊക്കെ കേൾക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ലൗഡ് നോയ്സിലേക്ക് അധികം എക്സ്പോഷർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇയർഫോൺ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരു വിധപ്പെട്ടവരൊക്കെ ഫുൾ സൗണ്ടിൽ തന്നെ ഇയർഫോൺ യൂസ് ചെയ്യുന്നവരാണ്. എപ്പോഴും ഒരു 50% യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൗണ്ട് ഇങ്ങനെ കൂട്ടി വരും കേൾക്കാതിരിക്കുമ്പോൾ. അതിന് പകരം എന്ത് ചെയ്യാന്നറിയോ, കുറച്ച് ഒരു 50% ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൗഡ് നോയ്സ് കേൾക്കാൻ വിചാരിക്കും. എൻ്റെ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ലൗഡ് നോയ്സിൽ നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർഫോൺ എടുത്ത് മാറ്റി ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അധികം സൗണ്ടിലാണ് നമ്മൾ വെച്ചിരുന്നത് നമുക്ക് തന്നെ ആ സമയത്ത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് കേൾക്കാം. 30 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവം ലൗഡ് നോയ്സിലോട്ട് ഒരു എക്സ്പോഷർ ഉണ്ടാവാന്നുണ്ടെങ്കിൽ ബ്രെയിൻ ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഹിയറിംഗ് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഹിയറിംഗ് ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അൾഷിമേഴ്സ് അതേപോലുള്ള കാര്യങ്ങൾക്ക്, അതായത് ഈ ലൗഡ് നോയ്സിന് എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇതും അൾഷിമേഴ്സിന് വരെ കാരണമാകാവുന്ന ഒരു സെറ്റപ്പിലോട്ട് വരും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇരുട്ടത്ത് ചെലവഴിക്കുക. അതായത് രാത്രി ഉറങ്ങുമ്പോൾ ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങണതിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ സമയം നമ്മൾ ഇരുട്ടത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഡിപ്രഷൻ അതേപോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. പോരാത്തതിന് നമ്മളുടെ ബോഡിയിൽ അത്യാവശ്യം നല്ല സൺലൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടേണ്ട ഒരു അത്യാവശ്യകത ഉണ്ട്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാടക്കൊക്കെ, അല്ലാണ്ട് ഫുൾ ടൈം ഇരുട്ടത്തിരിക്കാതിരിക്കുക. അതാണ് അടുത്തൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്, ജങ്ക് ഫുഡ് അതേപോലുള്ള ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാട് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. മാക്സിമം പറ്റുന്ന പോലെ ഒഴിവാക്കിയിട്ട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ എന്താ പറയുക, ഇത് എന്താ സംഭവം എന്നൊക്കെ വിചാരിക്കും. ബട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിന് നല്ലതാണ്. നമ്മളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ എന്താ പറയുക, ഒരു വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിൻ എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ ബോഡി എടുക്കാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ. ഇതാണ് ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അതിനെ എന്താ പറയുക, കെയർ ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമായ സ്ഥിതിക്ക് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അടുത്ത കാര്യം, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൂടുതലായിട്ട് ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കാന്നുണ്ടെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യും, ഗ്രോത്ത് ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ കൂടുതലായിട്ട് ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് ബ്രെയിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന, അതായത് ഐഡിയൽ ആയിട്ടുള്ള ടൈമുകൾ മാക്സിമം ഒഴിവാക്കി എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടെ ഒരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. ഓൾറെഡി നമുക്കൊരു ലെവൽ ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് അതിന് വർക്ക് ചെയ്യിക്കുമ്പോൾ അതെന്ത് ചെയ്യും, കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ്. നമ്മൾ കൂടുതലായിട്ട് മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഒരേ സമയം തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വലിയ സംഭവം നമുക്ക് തോന്നും. പക്ഷേ അത് ചെയ്യാതിരിക്കുക. കാരണം ബ്രെയിനിന്റെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം ഒരു കാര്യത്തിൽ നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഫോൺ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആക്സിഡൻസ് പറ്റുന്നത്. അതായത് ബ്രെയിൻ കൂടുതലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഡ്രൈവ് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെയും പിന്നെ ഫോണും ഡ്രൈവ് ഒരുമിച്ച് ചെയ്യുന്ന ഒരാളുടെയും ആക്സിഡന്റിന്റെ റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം, സ്ലീപ്പ്. നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങണം. അതായത് ഫുൾ ടൈം കിടന്ന് ഉറങ്ങണം എന്നല്ല, നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ കൂടുതൽ സമയം കിടന്നുറങ്ങാനും പാടില്ല. അതേപോലെ ഉറക്കം തീരെ ഉറങ്ങാതിരിക്കാനും പാടില്ല. ബോഡിക്ക് അത്യാവശ്യത്തിനുള്ള റെസ്റ്റ് അല്ലെങ്കിൽ മൈൻഡിന് നമ്മൾ ഒരു റെസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങ തന്നെ വേണം. അതുകൊണ്ട് ഉറക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറെ ആളുകൾ ഉഴപ്പന്മാരാണ് ഉറക്കത്തിന്റെ കാര്യത്തിൽ. അത് ശ്രദ്ധിക്കുക. അത് ബ്രെയിന് വളരെയധികം നല്ലൊരു കാര്യമാണ്. മര്യാദക്ക് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ സെൽസിന് വരെ ഡാമേജ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ കോളേജിൽ പോയാൽ എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരുമ്പോൾ നമ്മളുടെ ബോഡീനെ, അതായത് ഈ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മളുടെ ഫുള്ളായിട്ട് ഹീൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലോട്ട് വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു വർക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി ഈ മൾട്ടി ടാസ്കിങ്ങിന്റെ ആ ഒരു സെറ്റപ്പ് തന്നെ രണ്ടിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ കൂടുതലായിട്ട് ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസുഖം മാറിയില്ല, ചെയ്യുന്ന പണിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിക്കായിട്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് ലീവ് എടുത്ത് ബോഡിക്കൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കുക, അല്ലാതെ മൈൻഡിനൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലും ഒരു ഗുണം ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.
വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എക്സസൈസ് ചെയ്യുക. കാരണം നമ്മളിപ്പോ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ബ്രെയിൻ പസിൽസ് ഒക്കെ നമ്മളെ പസിൽസ്, ക്രോസ് വേർഡ്, അതുകളൊക്കെ അതേപോലുള്ള സംഭവങ്ങളൊക്കെ നോക്കുക. അതേപോലെ തന്നെ റീഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു വിവരം വെക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ വെക്കുന്നുള്ളത് വായിക്കുന്നവർക്കും അറിയാം, നമ്മളെ പോലെ വായിക്കാത്തവർക്കും വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ വിവരം വെക്കുന്നു. അതുകൊണ്ട് തന്നെ ബുക്ക് വായിക്കുക, അതേപോലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. അതേപോലെ തന്നെ ആളുകളായിട്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാം. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഏർപ്പെടുമ്പോൾ നമുക്കും കുറച്ച് വിവരം വെള്ളിയാഴ്ചയും വെക്കും. നമ്മൾ ഓരോരോ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഇച്ചിരി വിവരമൊക്കെ ഉള്ള ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. അല്ലാതെ ചുമ്മാ തള്ളി മറിക്കാനുള്ള എന്താ പറയാ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞത്. ഇത്തിരി വിവരമുള്ള ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരുടെ കയ്യിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഒരറിവും ചെറുതല്ല എന്ന് സുരേഷ് ഗോപി പറയുന്ന പോലെ. ആ അറിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എന്താ പറയാ മാസമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ അറിവുകൾ മാക്സിമം സ്റ്റോർ ചെയ്യുക. നമ്മളിങ്ങനെ കൂടുതലായിട്ട് ബ്രെയിൻ എങ്ങനെ പല പല കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് വരും, ബ്രെയിൻ കുറച്ചുകൂടെ ഡെവലപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങൾ, മറ്റേ എന്താ പറയാ ഒരു സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ, സർവകലാശാലയിലത്തെ ആ ഒരു ഇന്റലക്ച്വൽ ആ ഒരു സെറ്റപ്പ് അല്ല ഉദ്ദേശിച്ചത്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളായിട്ടുള്ള കോൺവെർസേഷൻ എന്നുള്ള സംഭവം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിന്റെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമൂടി കിടന്നുറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഹേൽ ചെയ്യണതിന്റെ അളവ് വ്യത്യാസം വരും, അതായത് കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, സെയിനാവും. അതുകൊണ്ട് തന്നെ തലമൂടി കിടന്നുറങ്ങുന്ന പരിപാടികൾ ഒഴിവാക്കുക. പിന്നെ പോരാത്തതിന് വേറൊരു കാര്യം, ലാസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിലത്തെ ലാസ്റ്റത്തെ കാര്യം കേട്ടോ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, നല്ല പോലെ വെള്ളം കുടിക്കുക. വെള്ളം കുടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം. അതുകൊണ്ട് തന്നെ എന്താണെന്നുണ്ടെങ്കിൽ കണ്ടമാനം വെള്ളം കുടിക്കുക. അപ്പോൾ ബോഡിക്കും നല്ലതാണ്, ബ്രെയിനും നല്ലതാണ്, നമുക്കും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതായത് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കി ബ്രെയിൻ നല്ല രീതിക്ക് കൊണ്ടുവരിക. നല്ല കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അതൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്.